ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കക്കറൊട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അരിപ്പൊടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കക്കറൊട്ടിയുടെ ഒറോട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ ഇൻസ്റ്റൻറ്റ് കക്കറൊട്ടിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് അരിപ്പൊടി ഏതും എടുക്കുക കേട്ടോ. നമ്മുടെ പത്തിരിയോ ഇടിയപ്പത്തിൻ്റെയോ ഒറോട്ടിയുടെയോ പത്തലിൻ്റെയോ അങ്ങനെ ഏത് പൊടിയും എടുക്കാം, പുട്ടുപൊടിയോ ഒഴികെയുള്ളേ. ഇനിയിപ്പോൾ ഇതാ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് നേരെ പകുതി 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഫെന്നൽ സീഡ് ഇല്ലേ. പിന്നെ ഏകദേശം ഒരു 9-10 അല്ലെങ്കിൽ ഒരു 8-9 ചെറിയുള്ളി, അത്ര മതി. വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അഥവാ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസ് വലിയുള്ളി ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങനെ അരക്കരുത് കേട്ടോ. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പൊടിയുടെ എല്ലാ സൈഡിലും നനവ് എത്തിക്കിട്ടണം, അതുവരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പത്തിരി പൊടിയാണ്, അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒറോട്ടിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ പത്തൽപ്പൊടിയിലൊക്കെ ഇല്ലേ, അതൊക്കെയാണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് കഴിയും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒറോട്ടിപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതാ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലെ എല്ലാവരുടെയും നനവെത്തി ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ചൂട് കുറയും. ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഒന്ന് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. ഞാൻ ഇതാ നല്ലപോലെ ഒന്ന് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഭയങ്കര ടൈറ്റായിട്ട് കുഴക്കരുത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി കുഴച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കക്കറൊട്ടിയുടെ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റീമറിൻ്റെ തട്ടെടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാഴയില ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കയ്യിലും തട്ടിലൊക്കെ ഓയിലോ വെളിച്ചെണ്ണയോ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു ബോളാക്കി എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആദ്യം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുത്തിട്ട് ജസ്റ്റ് വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രേ പരിപാടിയുള്ളൂ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 തട്ടിലാക്കിയിട്ടാണ് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീമറിൻ്റെ തട്ടിൽ വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇത്രേ പരിപാടിയുള്ളൂ. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇത് ഏകദേശം ഒരു 10-13 മിനിറ്റ് ആകുമ്പം തന്നെ എൻ്റെ കക്കറൊട്ടി റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ, നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ചൂടാറാതെ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഒട്ടി നിന്നിട്ടില്ലേ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ മാത്രമാണ് സെപ്പറേറ്റ് ചെയ്ത് ഒന്നും കട്ടായി പോവാതെ കിട്ടിക്കോളും. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ഇനി ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സവാള നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കുറച്ച് സമയം നല്ലപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചിയും ഏകദേശം ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ടേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്തൊടയണം കേട്ടോ, സോഫ്റ്റായിട്ട്. അതുവരെ അടച്ച് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചെറിയൊരു പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1-1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അത് നിങ്ങളുടെ പൊടിയുടെയും പിന്നെ പച്ചമുളകും നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എരിവ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങനെ പൊടികൾ വറക്കണ്ട. പക്ഷെ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടൊരു മണം വരുമല്ലോ, അത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് വറുത്തിട്ട് അങ്ങനെ കളർ മാറ്റി എടുക്കുകയൊന്നും വേണ്ടേ. അങ്ങനെ ഇതാ ജസ്റ്റ് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പൊടിയൊക്കെ നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി നോക്കി അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടി മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസായിട്ട് 700 ഗ്രാം ചിക്കനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 700 ഗ്രാം പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. കക്കറോട്ടിൽ മിക്സ് ആകുന്ന സമയത്ത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിന്നോളും കേട്ടോ. പിന്നെ എല്ലോട് കൂടി തന്നെ എടുക്കാനും നോക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം. നമ്മുടെ ആ ഒരു മസാലപ്പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ. ചിക്കൻ ഒരു 80% വേവണം. അപ്പോൾ ഞാൻ ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. കാരണം ചിക്കൻ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അഥവാ അടിയിൽ പിടിക്കും, സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ചൊരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സൈസ് തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാളയുടെ 1/4 ഭാഗത്തോളം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടണ്ട. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫെന്നൽ സീഡ്, അതായത് വലിയ ജീരകമാണ്, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 പിഞ്ച് മഞ്ഞൾ, അതായത് നമ്മൾ കറിയിലൊക്കെ അത്യാവശ്യം ഇട്ടത് കൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ കുറച്ച് കുറവായിട്ട് മാത്രം മതി കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലപോലെ ഒട്ടും തരികളില്ലാതെ അരച്ചെടുക്കണേ. അങ്ങനെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതും അവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി നോക്കിയാൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതിയിട്ട് ഒരുപാട് ആദ്യം തന്നെ വേവിച്ച് ഉടക്കരുത്, കാരണം നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കി പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് അരപ്പ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നല്ലപോലെ തിക്കായിട്ട് അരച്ചത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയൊക്കെ ഫ്ലേവർ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എൻ്റെ അതിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ട് അത്രേ പരിപാടിയുള്ളൂ. അങ്ങനെ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് കക്കറൊട്ടി ഇല്ല, ചൂടാറിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് ആ ഒരു നമ്മുടെ ചിക്കൻ കറിയും ആ തേങ്ങയുടെ അരപ്പിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഒറോട്ടിയിലും കൂടി പിടിച്ചിട്ടണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ദമ്മാക്കി അവിടെ വെക്കണേ, ഒട്ടും തന്നെ ആവി പുറത്തു പോകാത്ത രീതിയിൽ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ചെറിയൊരു കാച്ചി ഒഴിക്കുന്ന ഒരു സെറ്റപ്പും കൂടിയും ചെയ്യണം. അതായത് നമ്മൾ താളിച്ചൊഴിക്കുക എന്ന് പറയുമല്ലോ. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒട്ടും തന്നെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു 1-1.5 ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിക്ക് പകരം വലിയുള്ളി ആയാലും ഇട്ട് കൊടുക്കുക കേട്ടോ, കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല കൂടെ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഉള്ളിയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഇത്രയും മതി. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ നമ്മുടെ കക്കറോട്ടിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ കക്കറോട്ടിയും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിനെ ആ ഒരു ഒറോട്ടിലൊക്കെ നല്ല ഫ്ലേവർ ഇറങ്ങിക്കിട്ടുണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസ് തന്നെ ഓഫാക്കി കൊടുക്കുക കേട്ടോ, കാരണം ഇത് ഓഫ് ചെയ്ത് നമ്മൾ കഴിക്കാൻ നേരാകുമ്പോഴേക്കും ഒന്നുകൂടി ഒന്നങ്ങ് തിക്കായിക്കോളും. അപ്പോൾ ഇത്രയുള്ളൂ. ഇനിയിപ്പോൾ നല്ലപോലെ സെറ്റായതിന് ശേഷം ഞാൻ ഇതാ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ഒന്നുകൂടി തിക്കായി വന്നല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പുറക്കുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സ്നാക്സ് എന്തുകൊണ്ടും ഒട്ടും ആവശ്യമില്ല. സ്നാക്സ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു സ്പെഷ്യൽ കക്കറോട്ടിയാണ് നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്